മലപ്പുറം ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ഡോക്ടർ M. അബ്ദുൽ സലാമാണ് ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുന്നത്. അദ്ദേഹം സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ്. ഇപ്പോഴുള്ളത് വാഴക്കാട് ഭാഗത്താണ്. എങ്ങനെ പോകുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം? പ്രചരണം നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ പലരും എൻ്റെ ചോദിക്കും, ജയിക്കുമെന്ന് ചോദിക്കും. ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞാൽ അതി കൂടി പോവില്ലേ? അങ്ങനെയൊക്കെ പറയാൻ പറ്റത്തില്ല. പക്ഷേ നല്ലൊരു ചേഞ്ച് ഉണ്ടാക്കും. ഒരു പക്ഷേ ചാടിപ്പോവുകയും ചെയ്യും. ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലാണെങ്കിലും മലപ്പുറം ജില്ലയിലാണെങ്കിലും സജീവമായ പ്രചരണ വിഷയമാണ് LDFിൻ്റെയും UDFിൻ്റെയും പൗരത്വ ഭേദഗതി വിഷയം, പൗരത്വ ഭേദഗതി വിജ്ഞാപനം ഇറങ്ങിയത്. എങ്ങനെയാണ് അങ്ങ് ഇതിനെ നോക്കിക്കാണുന്നത്? സ്വാഭാവികമായും ഈ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ പലതരത്തിലുള്ള ചോദ്യങ്ങൾ, ആ രീതിയിലുള്ള മറുപടികളൊക്കെ തന്നെ. ശരിയാണ്. അത് ഒറ്റ വാക്കിലൊരുത്തം പറയുകയാണെങ്കിൽ പച്ചക്കള്ളം പ്രൊപ്പഗേറ്റ് ചെയ്ത് വോട്ട് വാങ്ങിക്കാനും പാവപ്പെട്ട മുസ്ലിങ്ങളെ വീണ്ടും ചീറ്റ് ചെയ്യാനും, ആദ്യം ബാബറി മസ്ജിദ് എന്ന് പറയും, പിന്നെ ജാൻ ബാബി എന്ന് പറയും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മതവികാരങ്ങളെ ഉണർത്തിയിട്ട് ഞാനിപ്പോൾ കേസ് കൊടുക്കും അല്ലെങ്കിൽ ഞാനിപ്പോൾ നടപ്പാക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇലക്ഷൻ സമയത്ത് വോട്ട് പിടിക്കാനുള്ള ഇലക്ഷൻ ജിമ്മിക്കിൻ്റെ ഭാഗമായിട്ടല്ലാതെ അബ്സല്യൂട്ട്ലി നത്തിങ് ഇൻ ഇറ്റ്. ഞാൻ 100% സർട്ടനായിട്ട് പറയുന്നു, ഇന്ത്യയുടെ ഒരു മുസ്ലിങ്ങൾക്കും ഒരു തരത്തിലുള്ള ദോഷവും ഉണ്ടാകില്ല എന്ന് ഞാൻ എങ്ങനെ പറയണമെന്ന് വെച്ചാൽ അങ്ങനെ പറയാം. ഐ ആം വെരി ഷുവർ മോഡി ഹാസ് ടേക്കൺ എ ഡിസിഷൻ. എന്ത് തീരുമാനം എടുത്തു? വെളിയിൽ നിന്ന് വന്ന് ഇവിടെ കിടക്കണം. നമ്മുടെ പാർട്ടിഷൻ സമയത്ത് നമ്മൾ എഗ്രി ചെയ്തതനുസരിച്ച് അപ്പുറത്തുള്ള മൈനോറിറ്റീസ് വരണം. അപ്പുറത്തുള്ളത് മുസ്ലിം മൈനോറിറ്റി അല്ല. പാകിസ്ഥാനിലുള്ളത് മുസ്ലിം മെജോറിറ്റിയും ബാക്കിയുള്ള ഹിന്ദു, സിഖ് അവരൊക്കെയാണ് മൈനോറിറ്റി. ഏതാണ്ട് 35,000 പേര് അങ്ങനെയുള്ളൂ. 35-40 ആണ് എൻ്റെ ഓർമ്മ. അവരിവിടെ വന്നിട്ട് കുറേ കാലമായിട്ട് സിറ്റിസൺ എല്ലാം നടക്കുകയാണ്. അവരൊക്കെ നീതി കൊടുക്കേണ്ട അത്യാവശ്യമാണ്. അത് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിൻ്റെ കൂടെ മനസ്സിലായി ചുറ്റും എന്നുള്ള കുറേ പേര് ഇതിനകത്ത് കയറി ഇവിടെ വേണ്ടാതിലൊക്കെ ചെയ്യുന്നുണ്ട്. അവനെ കൂടെ എണ്ണി തിട്ടപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ അവിടെ നിന്ന് കയറിയ ചില ആൾക്കാർ റെക്കോർഡില്ലാതെ, ഈ ദുബായിലൊക്കെ നമ്മൾ കള്ളബോട്ടിൽ പോവില്ലേ, അതുപോലെ ചില ആശാന്മാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ബുദ്ധിമുട്ട് വരും. പ്രത്യേക മതവിഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ചുള്ള ആൾക്കാർ പറയണതാണ്. ഈ എവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ മൈനോറിറ്റി വരണമെന്ന് പറഞ്ഞു വെച്ചിട്ട് മുസ്ലിം അത് വന്നില്ല എന്നുള്ള വാക്ക് വെച്ചില്ലേ കളിക്കുന്നത്. ഒരു പ്രത്യേക മതവിഭാഗവും, ലെറ്റ്സ് കോമൺ ഫോർ എവരി മതം, എവരിബഡി. ആകെയുള്ള മൈനോറിറ്റീസിന് ഇങ്ങോട്ട് വരാമെന്ന് പറയാം. മൈനോറിറ്റീസ് വരട്ടെ. ഇപ്പുറത്ത് മൈനോറിറ്റി അല്ല മെജോറിറ്റി ആണെങ്കിൽ, ഏത് ജാതിയിലുള്ളവനാണെങ്കിലും ഇവിടെ കുഴപ്പം കാണിക്കുന്നവനോ ഇൻക്ലൂഡ് ചെയ്യുന്നവനാണെങ്കിൽ വിൽ ബി ഔട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ അതിലൊരു പ്രതികൂല സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഇത്തരമൊരു നീക്കം നടത്തിയതെന്നാണ് LDFിൻ്റെയും UDFിൻ്റെയും വിമർശനം. എന്ത് പ്രതികൂല സാഹചര്യം മുതലെടുത്തെന്ന് പറയണത്? ഇത് നമ്മുടെ മോഡി 2-ൻ്റെ ഒരു എന്താ പറയണത്, ഒരു ഇലക്ഷൻ പ്രോമിസാണ് ഇതൊക്കെ ചെയ്യുന്നുള്ളത്. അത് തീരുന്നതിന് മുമ്പെങ്കിലും നടത്തണ്ടേ? 2019 എനാക്ട്മെൻറ്റ് കൊണ്ടുവന്നില്ലേ? 5 കൊല്ലം കൊണ്ട് ചട്ടങ്ങളെല്ലാം ഉണ്ടാക്കിയില്ലേ? ചട്ടങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കൂ. എന്ത് സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പോർട്ടൽ ബേസ്ഡ് അല്ലേ? അത് പോർട്ടൽ ബേസ്ഡ് വന്നാൽ നേരെ ഡിസ്ട്രിക്ട് കളക്ടറുടെ അടുത്തല്ലേ ചെല്ലുന്നത്? ഡിസ്ട്രിക്ട് കളക്ടറല്ലേ വെരിഫൈ ചെയ്തത്? നേരെ പോർട്ടലിലേക്ക് കയറി കഴിഞ്ഞാൽ കമ്പ്യൂട്ടറല്ലേ ഡിസൈഡ് ചെയ്യണത്. എന്നിട്ട് ഹ്യൂമൻ എലിമെൻറ്റ് പിന്നെ അത് ഫൈനലൈസ് ചെയ്ത് അത് വെളിയിൽ വരുമ്പോഴത്തേക്ക് സുപ്രീം കോടതിയിൽ കേസ് നിലനിന്നൊരു സാഹചര്യത്തിൽ അത്ര പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വീണ്ടും അതിലേക്ക് കടന്നു വരുമ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് വിമർശനങ്ങൾ വരുന്നത്. അത്ര പെട്ടെന്നാണ് 2019 വന്ന ഒരു എനാക്ട്മെൻറ്റ് 2024 ഇംപ്ലിമെൻ്റ് ചെയ്തില്ലെങ്കിൽ അത് ഇൻഎഫിഷ്യൻസി ഓഫ് ദ ഗവൺമെൻറ് അല്ലേ? 2019 ആണെങ്കിൽ 2020 ചട്ടം ഉണ്ടാക്കി ഇംപ്ലിമെൻറ്റ് ചെയ്യണ്ടേ? പിന്നെ എന്തിനാണ് 2019 പാസ്സാക്കിയത്? ആ പ്രോമിസ് നിറവേറ്റുക എന്നുള്ളത് ഗവൺമെൻറ്. LDFിൻ്റെ UDFിൻ്റെ ആ പ്രചരണങ്ങളെ ആ വിധത്തിൽ തന്നെ തള്ളിക്കളയുന്നു അല്ലേ? സംശയമില്ലാത്ത കാര്യമല്ല. ഇവരെന്താ ചെയ്യണത്? ഇവർ പാവങ്ങളുണ്ടല്ലോ, വിദ്യാഭ്യാസം കുറവുള്ളവർ കാണും, കാര്യങ്ങൾ മനസ്സിലാക്കാത്തവർ കാണും, എല്ലാം വായിക്കാൻ പറ്റാത്തവർ കാണും, അവിടെ പറയണത് കേൾക്ക് ഇവിടെ പറയണത് കേട്ട് ആ കൺഫ്യൂസ് ചെയ്തവർ കാണും, അവരെ സ്വന്തം പാർട്ടിക്കാരോ പറയണമെങ്കിൽ അത് വിശ്വസിക്കുന്നവർ കാണും. അവരെ കൺഫ്യൂസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും വോട്ട് വാങ്ങിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ജിമ്മിക്കായിട്ട് ഞാനതിനെ കാണും. അങ്ങനെയാണെങ്കിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ വിഷയമായി വന്നിരുന്നു. ഈ പറയപ്പെടുന്ന മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ തന്നെ വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. അതിൽ കൃത്യമായി ഇടപെട്ടതുകൊണ്ടാണ് LDFിനുൾപ്പെടെ ആ നിലയിൽ രാഷ്ട്രീയ നേട്ടമുണ്ടായതെന്നൊരു വിലയിരുത്തലുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ വിശ്വസിക്കുന്ന ആളുകളൊക്കെ തന്നെ മണ്ടന്മാരാണെന്നാണ്. മണ്ടന്മാരെന്നല്ല, അവരൊക്കെ മിടുമിടുക്കന്മാരാ. ഇവരൊക്കെ കഴിഞ്ഞ എന്തിനാ ഈ പിണറായി 2 വന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. പല ഫാക്ടർ പറഞ്ഞെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ കിറ്റ് ഫാക്ടർ അല്ലായിരുന്നോ? അങ്ങനെ ഭാഗ്യത്തിന് ഈ കോവിഡ് കൂടെ വന്ന് കേന്ദ്രത്തിൻ്റെ ഫണ്ട് വാങ്ങിച്ച് കുറേ കിറ്റുകൾ വീട്ടിലയച്ച് കോഴിക്കും പട്ടിക്കും പൂച്ചയ്ക്കും ആഹാരം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ ഇക്കിളിയാക്കി. അതല്ലേ മനുഷ്യൻ്റെ മനസ്സിനെ ചൂഷണം ചെയ്ത് പെട്ടെന്ന് എടുത്തതല്ലേ?
ചേർത്ത് ചോദിക്കേണ്ടത്, അങ്ങ് മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങൾ വിവിധയിടങ്ങളിൽ പ്രചാരണത്തിലാണ്. വിവിധയിടങ്ങളിൽ എത്തുമ്പോൾ ഇപ്പോൾ ഈ ഒരു വിഷയം സജീവമായി ചർച്ചയിലുണ്ടല്ലോ, സ്വാഭാവികമായും ആ ഒരു വിഷയത്തിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ആളുകൾ എങ്ങനെയാണ് അതിനോട് അഭിപ്രായങ്ങൾ പറയുന്നത്? നിങ്ങളോട് ചോദിച്ചല്ലോ, കാര്യങ്ങൾ ചോദിച്ചല്ലോ. ഇവിടുത്തെ പ്രിൻസിപ്പലായിരുന്നു ഞാൻ കണ്ടത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇതിനെപ്പറ്റി സംശയം ചോദിച്ചു. ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. ഞാനും ഒരു മുസ്ലിമാണ് കേട്ടോ. ചിലപ്പോൾ 5 നേരം എത്തിയില്ലെന്നിരിക്കും, ചിലപ്പോൾ ഒന്ന് വിട്ടുപോയെന്നിരിക്കും. അത്രയൊക്കെ ഉള്ളൂ, അത്രയൊക്കെ ചില കുറവുകളൊക്കെ കാണുള്ളൂ. അതിന് നിങ്ങളെന്തായി പറഞ്ഞത്? ഞാൻ മുസ്ലിമായിട്ട് ഈ ഒരു പാർട്ടിക്കാർ എന്നെ ഗില്ലട്ടിനടിക്കുമെങ്കിൽ ഞാൻ കൊണ്ട് തല വെച്ച് കൊടുക്കൂ? ഐ നോ ഹൂ ഈസ് മോഡിജി. അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് എന്താണ്, സ്റ്റേച്ചർ എന്താണ്, ലോകം എങ്ങനെ അംഗീകരിക്കുന്നു, അങ്ങനെ ഫിലോസഫി ഓഫ് ഡെവലപ്മെൻറ്റ് എന്താണ്. അദ്ദേഹത്തിന് മലപ്പുറത്തോട് ഇഷ്ടമില്ലെങ്കിൽ എന്നെ പോലെ ഒരുത്തൻ എവിടെ വെച്ചിട്ട് പറയുമോ മലപ്പുറം ഷുഡ് ബി എ ഗോൾഡൻ മലപ്പുറം, മലപ്പുറം ഷുഡ് ബി എ ഡെവലപ്ഡ് മലപ്പുറം. മലപ്പുറം മുസ്ലിംസ് മാറി നിൽക്കാൻ പാടില്ല, ചേർന്ന് നിൽക്കണം. അവർ ഭരണത്തിൽ വന്ന് ചേർന്ന് നിൽക്കണം, ഭരണ പങ്കാളിയാവണം, അവിടെ ഡെവലപ്പ് ചെയ്യാൻ ഭാഗഭാക്കാവണം. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്നല്ലേ എന്നോട് ചോദിക്കുന്നു. ഇതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതിൽ വിശ്വസിക്കാത്ത ആളുകൾ പോലും ഇത് ആശങ്കയുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ. ഈ ഒരു ഈ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയം ഈ സാഹചര്യത്തിൽ എന്താ ഇവർ ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നത്? അതിന് ഞാൻ പറയണത്, ഈ ഫാബ്രിക്കേറ്റഡ് ന്യൂസ് എന്ന് പറയും, അല്ലെങ്കിൽ ക്രിയേറ്റഡ് ന്യൂസ് എന്ന് പറയും, അല്ലെങ്കിൽ ഫാൾസ് ന്യൂസ് എന്ന് പറയും, അല്ലെങ്കിൽ ഉറക്കം നടിക്കുന്നവനെന്ന് പറയും. ഇവനെന്ത് നമുക്ക് മരുന്നൊന്നുമില്ല. സമയം കുറച്ച് കഴിയുമ്പോൾ തനിയെ അങ്ങ് ഈ ഒറ്റ കാര്യം പറയും, ദീസ് ആർ ഓൾ ഫാൾസ് ന്യൂസ്, ക്രിയേറ്റഡ് വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള പ്രചരണമാണ്. അത് വീഴരുത്. മലപ്പുറത്തെ സ്ഥാനാർത്ഥിത്വത്തെയും അത് ഒരു തരത്തിലും ബാധിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും ഒന്നും പ്രോപ്പറായിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത് അവരെ കോൺസ്റ്റൻ്റായിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ ഇന്ത്യ ടീം ഇങ്ങനെ പുറകെ നടപ്പുണ്ട്. എങ്ങനെയെങ്കിലും 10 കൊല്ലം സഹിച്ച വിശപ്പ് അവർക്കൊന്ന് മാറ്റാൻ വേണ്ടി ദാഹിച്ചിരിക്കുന്നതാണ്. ഏത് വിധേനെങ്കിലും മോഡി ഗവൺമെൻറ്റിനെ, മോഡി എന്ന് വെച്ചാൽ സീറോ കറപ്ഷൻ, സീറോ ടെററിസം, എവറിതിങ്ങിനും ആ ഒരു ഗവൺമെൻറ് ഇറക്കി വിട്ടിട്ട് ഇന്ത്യ രാജ്യത്തെ റിസോഴ്സ് മൊത്തം കൊള്ളയടിക്കാൻ കാത്തിരിക്കുന്ന ഒരു ടീമാണ്. അല്ലാതെ ഈ 26 പേരും കൂടെ ഇവിടെ ഭരിച്ചങ്ങ് തകർക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതുകൊണ്ട് ദീസ് ആർ ഓൾ ഇലക്ഷൻ സ്റ്റാൻഡ്സ്. ബട്ട് ഐ ക്യാൻ ഓണസ്റ്റ്ലി ടെൽ മോഡീസ് പ്രോഗ്രാം ഫോർ എ ഗോൾഡൻ മലപ്പുറം, ഡെവലപ്പിംഗ് മുസ്ലിംസ്, പർട്ടിക്കുലർലി മുസ്ലിം വിമൻ. അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, പഷ്മണ്ട മുസ്ലിം. നിങ്ങൾക്ക് പരിചയമില്ല. വാട്ട് ഈസ് ദിസ് പഷ്മണ്ട മുസ്ലിം? ബാക്ക്വേർഡ് മുസ്ലിം, ദലിത് മുസ്ലിം, വളരെ ബാക്ക്വേർഡായിട്ട് കിടക്കുന്ന മുസ്ലിം. അവരെ പ്രത്യേകിച്ച് താങ്ങ് കൊടുക്കണമെന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. ഇപ്പം മലപ്പുറത്തുള്ള ബാക്ക്വേർഡ് മുസ്ലിംസ്, മലപ്പുറത്തുള്ള എന്താ പറയണത്, ഡൈവേഴ്സ്ഡ്, സെപ്പറേറ്റഡ്, അൺഎംപ്ലോയിഡ് മുസ്ലിംസ് ആൻഡ് മുസ്ലിം വിമൻ. നടപ്പിലാക്കി എന്ന് പറയപ്പെടുന്ന മുത്തലാഖ് ബില്ലൊന്നും തന്നെ സമുദായത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നില്ല എന്നൊരു വിമർശനം ഒരു ഭാഗത്തുണ്ട്. വിമർശനം ഉണ്ടാവും, നമ്മുടെ ഡെമോക്രസി അല്ലേ, വിമർശനം ഉണ്ടാവും. ഞാൻ പറയട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, മെനിഞ്ഞാന്നൊരു വീട്ടിൽ ചെന്ന് ഒരു മുസ്ലിം ലേഡി, 40 വയസ്സുള്ളൊരു മുസ്ലിം ലേഡി, അവർ BJP ചേരണം, ഓടി വന്ന് സന്തോഷം. ഇദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ ഇത് ഇവരിട്ട് എടുക്കണമെന്ന് പറഞ്ഞു, പാർട്ടിയിൽ എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ വാലക്കേട്ട് എന്നിട്ട് ഞാൻ അടുത്ത് നിന്ന് ചോദിച്ചു, മാഡം നിങ്ങൾ ഈ മുസ്ലിങ്ങൾ മൊത്തം മോഡിജിക്കും BJPക്കും എതിരല്ലേ, നിങ്ങളെന്തുകൊണ്ടാണ് പാർട്ടി ചേർന്നത്? രണ്ട് കാര്യം. ഒന്ന്, മോഡിജി അല്ലാതെ ആരും മുത്തലാഖ് നിരോധിക്കത്തില്ല. എനിക്കൊരു മോളുണ്ട്, 20 വയസ്സ് മോളുണ്ട്, അവൾ സേഫായി. അതാണ് കാര്യം. നമ്പർ 1. നമ്പർ 2, അവർ പറഞ്ഞെന്താണെന്നറിയോ? ഇന്നല്ലെങ്കിൽ നാളെ മോഡിജി ഇവിടുത്തെ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരും. അത് അത്യാവശ്യമാണ്. ഞാനും എൻ്റെ ഭർത്താവും കൂടെ ഉണ്ടാക്കിയ സ്വത്ത് എൻ്റെ മക്കൾക്കുള്ളതാണ്, അല്ലാതെ വേറെ ഉള്ളവർക്കുള്ളതല്ല. ഇത് മറ്റാരും ഇതിൻ്റെ സംരക്ഷണം തരത്തില്ല. മോഡിജി കൊണ്ടുവരും, മോഡിജിയെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഉടനെ അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് അവിടെ നിന്ന് പറഞ്ഞു, അത് മാത്രമല്ല സാറേ എന്ന് പറഞ്ഞു, 10 കൊല്ലം മുമ്പ് ബിംബം നോക്കൂ, മുമ്പ് ഈ രാജ്യം മൊത്തം കൊള്ളയടിക്കാനായിരുന്നു മാറി മാറി വന്നവർ ശ്രമിച്ചത്. ഇപ്പോൾ അതാണോ? ഇപ്പോൾ ഡെവലപ്മെൻറ്റ് വിപ്ലവമല്ലേ സാർ? എവിടെ കറപ്ഷൻ? ഒരു മൈക്രോസ്കോപ്പ് കൊണ്ട് നടന്നിട്ട് വല്ലതും കണ്ടുപിടിക്കുന്നില്ല. എന്നാൽ ഹസ്ബൻഡ് ഏറ്റവും ഒടുവിലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ അങ്ങയുടെ, അതായത് ഇപ്പോൾ ഈ ആളുകൾ പല വിധത്തിലുള്ള വാർത്തകൾ മൂലം, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണം മൂലം തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് അങ്ങ് തന്നെ പറഞ്ഞു. മലപ്പുറത്താണെങ്കിലും എങ്ങനെയാണ് ഈ ആളുകൾക്ക് അടുത്തേക്ക് ചെല്ലുന്നത്? അങ്ങയുടെ ആ ഒരു ദിശ മേഖലയിലേക്ക് ഇവരെങ്ങനെയാണ് കൊണ്ടുവരുന്നത്? എന്ത് പറയുന്നത്? എൻ്റെ മനസ്സിലറിയാം, ഈ മലപ്പുറത്തെ ലാർജ് ചങ്ക് ഓഫ് മുസ്ലിമിൻ്റെ മനസ്സിൽ കറുത്ത പുക അല്ലെങ്കിൽ ഇരുട്ട് കയറിയിട്ടുണ്ട്. ഇവർ കയറ്റിയ പുക അവർക്കറിയത്തില്ല. ഇന്നസെൻ്റ് ആയിട്ടുള്ളവർ ആ കറുപ്പ് മാറ്റണം. അതിന് നല്ല പവർഫുൾ ടോർച്ച് അടിക്കണം. എന്താണെന്നറിയാം ടോർച്ച്? മോഡിയുടെ ഫിലോസഫി ഓഫ് ഡെവലപ്മെൻറ്റ്, മോഡി മന്ത്ര ഫോർ ഡെവലപ്മെൻറ്റ്, മോഡി പ്ലാൻ ഫോർ ഡെവലപ്പിംഗ് മുസ്ലിംസ്, മുസ്ലിം വിമൻ. മോഡിജി എങ്ങനെ ഇവരെയൊക്കെ കെയർ ചെയ്യുന്നു എന്നുള്ള ആ രഹസ്യം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി, ഈ പറഞ്ഞതെല്ലാം ഇന്ത്യ പറയുന്നതെല്ലാം കള്ളമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി
ആ ഇരുട്ട് മാറ്റിയിട്ട് സമയമെടുക്കും. ചിലപ്പോൾ ഇപ്പോൾ അവർ ഒന്നൊന്നിരിക്കത്തില്ല. മേ ബി നെക്സ്റ്റ് ടൈം ചിലർക്ക് കൂടുതൽ സമയം വേണമല്ലോ, അവർ മാറും. മാറിയില്ലെങ്കിൽ അവർക്കല്ലേ കുഴപ്പം, എനിക്കും തോന്നുന്നു കുഴപ്പം. അതെ അതെ, തീർച്ചയായും അത് തന്നെ. കനത്ത വെയിലിനെയും വകവെച്ചുകൊണ്ടുള്ള സജീവമായ പ്രചരണ പരിപാടികളുമായി മലപ്പുറം ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി മുന്നോട്ട് പോവുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, വാഴക്കാട്.